ഹായ് ഗൈസ്, വീക്കെൻഡ് അല്ലേ? നമുക്കൊരു അടിപൊളി എമനിയൻ ഡിഷ് കണ്ടാലോ? ചിക്കൻ ഹണി. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മെയിനായിട്ട് വേണ്ടത് കുരുമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഏലക്ക. ഒരു ചട്ടി വയ്ക്കുക, അതിലേക്ക് കുരുമുളക്, ജീരകം, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ഇട്ടൊന്ന് റോസ്റ്റാക്കിയതിന് ശേഷം പൊടികളായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് റോസ്റ്റാക്കുക. പിന്നെ അതിന് ശേഷം അത് പൊടിച്ചിട്ട് ചിക്കനിലേക്ക് ഒരു 2 സ്പൂൺ ആ പൗഡർ ഇട്ടിട്ട് നന്നായി മാഗ്നേറ്റ് ചെയ്യുക. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ചിക്കൻ ക്യൂബും മാഗി ചിക്കൻ ക്യൂബും കൂടെ ആഡ് ആക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ, ചിക്കന് വേണ്ട ആവശ്യമായ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി മാഗ്നേറ്റ് ചെയ്ത് ഒരു 2 hours റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. 2 hours നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അതിലെ ഫ്ലേവേഴ്സ് എല്ലാം നന്നായി ചിക്കനിലേക്ക് പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പാനിൽ ഈ ചിക്കനെല്ലാം വെച്ചിട്ട് വേവിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 minutes വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ആ ചിക്കൻ എടുത്ത് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഓരോന്നായിട്ട് നേരത്തെ കൊടുത്ത് ഫ്രൈ ചെയ്യുക. 2 സൈഡും തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്യണം. ഇതാണ് ചിക്കൻ എമനിയൻ ഡിഷിലെ ഫ്രൈഡ് ഐറ്റം. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് റൈസ് ആക്കണം. കുക്കർ വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പും ഏലക്കയും ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയതിന് ശേഷം സവോള ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഒന്ന് ലൈറ്റായി ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്കതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം നിർബന്ധമില്ല. പിന്നെ അതിന് ശേഷം തക്കാളി പേസ്റ്റ് പോലെ അരച്ചിട്ട് 2 എണ്ണം അരച്ച് ചേർക്കുക. അതിന് ശേഷം ചിക്കൻ സ്റ്റോക്കും വെള്ളം കൂടെ മിക്സ് ആക്കിയിട്ട് എത്രയാണോ റൈസ് ഇട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഇവിടെ 2 കപ്പ് റൈസ് എടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ചതും അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ടതിന് ശേഷം 2 പച്ചമുളകും പിന്നെ നാരങ്ങ സ്ലൈസ് ആക്കിയതും ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ ഒറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ. പ്രഷർ റിലീസായതിന് ശേഷം റൈസിൻ്റെ മേലെ ചിക്കൻ നിരത്തി കൊടുക്കുക. ഇത് ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.